ആദ്യമായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ 12 വർഷം ഭരണകാലത്ത് ആദ്യമായിട്ട് ഒരു ബില്ല് പാർലമെൻറ്റിൽ ഫെയിലായി. ഈ ബില്ല് ഫെയിൽ ആവാൻ കാരണം എന്താണെന്നറിയോ? കാരണം ഇതൊരു ഭരണഘടനാ ഭേദഗതി ബില്ല്. ഓക്കെ, ഈ ഒരു ബില്ല് പാസ്സാൻ പാർലമെന്റിലെ 2/3 ഓഫ് ദ മെമ്പേഴ്സിന്റെ വോട്ട് വേണം. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ദിവസം, ആ ഒരു സെഷൻ നടക്കുന്ന ദിവസം. ബട്ട് ഒപ്പോസിഷൻ എന്ത് ചെയ്തു? ഇതെല്ലാവരും ചേർന്ന് ഈ ഒരു ബില്ലിനെതിരെ വോട്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു ബില്ല് പാസ്സാവാൻ BJP ഗവൺമെന്റിന് അല്ലെങ്കിൽ NDA സർക്കാരിന് ഏകദേശം 330, അതായത് 330 വോട്ട് വേണം ഈ ഒരു ബില്ല് പാസ്സാകാൻ. മനസ്സിലായോ? ഈ ഡീലിമിറ്റേഷൻ ബില്ലും ഈ ഡീലിമിറ്റേഷൻ എന്താണെന്നല്ല ഇനി അടുത്ത ചോദ്യം. വേറെ ഒന്നുമില്ല. ഡീലിമിറ്റേഷൻ അതായത് കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് മണ്ഡലം. നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യുവൻസി അഥവാ ഈ മണ്ഡലമൊക്കെ തീരുമാനിക്കുന്നത് പോപ്പുലേഷന്റെ ബേസിസിലാണ്. അതായത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ മാപ്പിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസും ഓരോ മണ്ഡലങ്ങളുണ്ട്. ഇത് കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും നമ്മൾ ഈ പോപ്പുലേഷന്റെ ബേസിസിൽ. ഓക്കെ, സൗത്തിലുള്ള മിക്ക CM-കൾ, അതായത് മുഖ്യമന്ത്രികൾ ഏറ്റവും കാര്യമായിട്ട് ഫയറിൽ നിൽക്കുക. കാരണം ഈ ഒരു ഡീലിമിറ്റേഷൻ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ ബാധിക്കും. സൗത്ത് സ്റ്റേറ്റ്സിന്റെ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വോയിസ് എന്ത് ചെയ്യും? പാർലമെന്റിൽ അങ്ങോട്ട് സൈലൻസ് ആവും. പിന്നെ അവർക്കൊരു വോയിസ് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഓക്കെ, ഡിസ്പൈറ്റ് ഇന്ത്യയുടെ 30% GDP-യുടെ കോൺട്രിബ്യൂഷൻ വിത്ത് 20% പോപ്പുലേഷൻ, അല്ലെങ്കിൽ 20% പോപ്പുലേഷൻ. ആൻഡ് ഇതാണിത് ജനാധിപത്യത്തിന്റെ വിജയവും പിന്നെ പവർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്.